CPM സമരത്തിൽ പങ്കെടുക്കാത്തതിന് ആദിവാസി സ്ത്രീക്ക് തൊഴിലുറപ്പ് തൊഴിൽ നിഷേധിച്ചു എന്നൊരു പരാതി കൂടി ഇന്ന് വന്നു. കണ്ണൂർ പേരാവൂർ മുരിങ്ങോടി വനവാസി ഉന്നതിയിലെ ലക്ഷ്മിക്കാണ് തൊഴിൽ നിഷേധിച്ചത്. തൊഴിലാളികൾ എല്ലാവരും അങ്ങനെ തീരുമാനിച്ചാണ്. പിന്നെ അന്ന് സമരത്തിന് പോകുന്നവർ മാത്രം പണിയെടുക്കട്ടെ എന്ന രീതിയിൽ പണിയെടുക്കുന്ന ബാക്കി എല്ലാവരും സമരത്തിന് പോയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. തൊഴിലവകാശത്തിനായി പോരാടുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനമായ CPM-നെതിരെയാണ് തൊഴിൽ നിഷേധമെന്ന പരാതി. അതും ഒരു ആദിവാസി സ്ത്രീക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. പേരാവൂർ മുരിങ്ങോടി വനവാസി ഉന്നതിയിലെ ലക്ഷ്മിയാണ് ഈ ആരോപണമായി രംഗത്തെത്തിയത്. അവർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, തൊഴിലുറപ്പ് തൊഴിലിനായി ഇവർ ജോലി ചെയ്യാൻ സ്ഥലത്തെത്തി. ആ സമയത്ത് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ CPM-ന്റെ സമരപരിപാടിയിൽ പങ്കെടുത്തില്ല, അതുകൊണ്ട് തൊഴിൽ നൽകാൻ കഴിയില്ല, തിരിച്ചു പോകണമെന്ന് മാറ്റടക്കമുള്ളവർ പറഞ്ഞു വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വയോധികയായ ഈ ആദിവാസി സ്ത്രീക്ക് തിരികെ മടങ്ങി പോകേണ്ടി വന്നു. വ്യാഴാഴ്ചയാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഈ തൊഴിലുറപ്പ് തൊഴിൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം കണ്ണൂരിൽ നടന്നത്. ഈ സമരത്തിൽ ലക്ഷ്മി പങ്കെടുത്തിരുന്നില്ല. ലക്ഷ്മി പറയുന്നത് തനിക്ക് അസുഖമായിരുന്നു, അതുകൊണ്ട് 3 ദിവസം തൊഴിലുറപ്പ് തൊഴിലിനും പോകാൻ കഴിഞ്ഞില്ല, സമരത്തിനും പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്നലെ വീണ്ടും ജോലിക്കെത്തിയ സമയത്താണ് മാറ്റടക്കമുള്ളവർ പറയുന്നത് നിങ്ങൾ സമരത്തിൽ പങ്കെടുത്തില്ല, അതുകൊണ്ട് ജോലിയില്ല, തിരികെ മടങ്ങി പോകണമെന്ന്. അങ്ങനെ ഈ ആദിവാസി സ്ത്രീ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ഉണ്ടായത്. അവർ പറയുന്നത് ഈ ഒരു പ്രായത്തിൽ അവർക്ക് ഏക വരുമാന മാർഗമാണ് ഈ തൊഴിലുറപ്പ് തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന ഈ തുക. അതാണ് നിഷേധിക്കപ്പെട്ടത്. അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ പോകാനൊക്കെ ഈ തുകയാണ് ഉപയോഗിക്കുന്നത്. ആ തുക നിഷേധിച്ചു എന്നതാണ് അവരുടെ പരാതി. വലിയ വിമർശനം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളടക്കം ഇത് വലിയ വിഷയമായി ഉയർത്തിക്കാട്ടി ശക്തമായ പ്രതിഷേധമാണ് തീർക്കുന്നത്.